ഓപ്പറേഷൻ തൂഫാനിൽ അന്വേഷണം കടുപ്പിച്ച വടകര പോലീസ്. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിവന്ന ഒരു യുവതി കൂടി പിടിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ യുവതികളുടെ സുഹൃത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പേരാമ്പ്ര ആവളക്കുട്ടോത്ത് സ്വദേശിനി വലിയ പറമ്പിൽ നീഷ്മയാണ് ഇന്ന് പിടിയിലായിരിക്കുന്നത്. ലഹരി ആവശ്യക്കാർക്ക് ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് സാമ്പത്തിക ഇടപാട് നടത്തിയ കേസിലാണ് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാവ്യ, കീർത്തന എന്നിങ്ങനെ 2 പേർ അറസ്റ്റിലായിരുന്നു. ഇവരുടെ സുഹൃത്താണ് ഇന്ന് പിടിയിലായ നീഷ്മ. ഇവരും അധ്യാപികയാണ്. BRCയുടെ കീഴിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി ജോലി ചെയ്യുകയാണ്. ലഹരി ആവശ്യമുള്ള ആളുകളെ നേരിട്ട് കാണാതെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകുകയും ശേഷം മറ്റൊരാൾ വഴി ലഹരി പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് കേസിലാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം അവസാനം റിപ്പോർട്ട് ചെയ്ത MDMA കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു അധ്യാപിക തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വലിയ ഒരു ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതി നീഷ്മ എന്ന അധ്യാപികയാണ്. അവരും പേരാമ്പ്ര BRCയുടെ അണ്ടറിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണ്. കസ്റ്റഡിയിലെടുക്കും. അത് അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.